ഡൽഹി കശ്മീർ ട്രിപ്പ് പോവാണ്. ഇപ്രാവശ്യം ഡൽഹി വരെ പപ്പയും അമ്മയുണ്ട്. പിന്നെ കശ്മീർ ഞാനും സിസ്റ്റേഴ്സ് മാത്രമാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. 12:50 പോകേണ്ട ഫ്ലൈറ്റ് 5 മണിക്കാണ് പോകാൻ പോണേ. അവിടെ ഞങ്ങൾക്ക് വെയിറ്റിംഗ് സീൻസാണ് കുറച്ച്. എല്ലാവരും ഇവിടെ ഉറക്കൊക്കെയാണ്. അവിടെ പപ്പ മാത്രം എണീറ്റിരിക്കുന്നുണ്ട്. എല്ലാവരും കുറേ തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയും കശ്മീരൊക്കെ പോയിട്ട് നല്ല നല്ല കാഴ്ചകളാണെങ്കിൽ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ട്രൈ യുവർ ടേൽസ്. അപ്പോൾ ഒരുപാട് കാലമായില്ലേ നമ്മളൊരു വീഡിയോയും വ്ളോഗൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ 3 പേരും ഭയങ്കര ബിസിയായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പതുക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ട്രിപ്പ് തന്നെ ഞങ്ങൾ പോയത് ഒരു 6-7 മാസങ്ങൾക്ക് മുന്നാണ്. ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, ഡൽഹി എത്തി മക്കളെ. ഡൽഹി മോദിജിയുടെ കൈയാണോ? അല്ല, യേശു ക്രിസ്തുവിൻ്റെ കൈയാണല്ലോ. അല്ല, അവിടെ യേശു ക്രിസ്തുവിൻ്റെ കൈ. ഇതേ ട്രിപ്പ്. ഇത് ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു മനോഹരമായ കാഴ്ച കണ്ടിരിക്കുന്നു. വളരെയധികം മനോഹരമായുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് കുറേ പഞ്ചാബികൾ നടക്കുന്നു. അവരതാ ചക്കുതേ പട്ടേ. സോ ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ ഹോട്ടലിന്റെ പേരെന്താ? അജന്ത ഹോട്ടൽ. റേച്ചല്, നമ്മുടെ താരമായ റേച്ചലാണ് ബുക്ക് ചെയ്തത്. സ്ഥലം എത്ര നല്ല, നമുക്കവിടെ പോയിട്ട് അപ്പോൾ എന്താ ടിക്കറ്റ് ബുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. അജന്ത ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ വന്നൊരു ഡിപ്പാർട്ട്മെന്റ്. എനിക്ക് ട്രാവൽ നമ്മള് മീംസ് ഒക്കെ കണ്ടിട്ടില്ലേ? ദ വൺ പേഴ്സൺ ഹൂ will be there for all the trips, but planning committee ഉണ്ടാവില്ല. ഞാനും റീച്ചറാണ്. എനിക്ക് അതിനുള്ളൊരു സമയമില്ല, ടൈറ്റ് ഷെഡ്യൂൾ ആൻഡ് സ്റ്റഫ്. സോ ഞങ്ങളിവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല. ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആയി. എത്തിയപ്പോ തന്നെ ഇപ്പൊ 12 മണിയൊക്കെ ആവാറായി. 12 മണിയാവും. അപ്പം മൊത്തത്തിൽ ഡിലേ ആണ്. സോ ഐ ഡോണ്ട് നോ. ഞങ്ങൾക്ക് നാളെ രാത്രി കശ്മീർ പോകണം. അതുകൊണ്ട് ഇവിടെ എത്ര കാണാൻ പറ്റുന്ന അറിയില്ല. കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് അമ്മയും പപ്പയായിട്ടുള്ള ഒരു ട്രിപ്പ് ഇതാണ്. അമ്മ വളരെ എക്സൈറ്റഡ് ആയിട്ട് നല്ല കോസ്റ്റ്യൂംസ്. പപ്പ വേറെ പപ്പ പപ്പ ക്ഷീണിതനായി ഇത്ര വലിയ ട്രിപ്പ്. ഞങ്ങളുടെ വലിയൊരു ട്രിപ്പായിരുന്നു. വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി ഹോട്ടലെത്തിയിട്ട് കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. പറയാൻ മറന്നു. ഭയങ്കര ടയേർഡൊക്കെ ആയിട്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞിട്ട് ഉറങ്ങാണ്ടുള്ള ഒരു യാത്രയാണ്. ഫുൾ നൈറ്റ് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു ഫുള്ള്. സോ ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയില്ല ഷെഡ്യൂൾ. അപ്പോ ടയേർഡ് ഫേസസ് ആണ് കാണുന്നത്. ഞങ്ങളുടെ മേക്കോവർ നോക്കി എന്റെ കണ്ണിനൊക്കെ ഒരു കുഴിച്ചിലുണ്ട്. അത് നമുക്ക് മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ്. സോ ഗൈസ്, ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ കയറിക്കാണ് ഇനി ഹോട്ടലിലേക്ക്. ഫ്രണ്ടിലെ വണ്ടിയില് പപ്പയമ്മയുണ്ട്. ഇതിന്റെ കൂടെ ഇതിലാണ് അവര് എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ. ഇതിലാണ് അവരിയ്ക്കുന്നത്. ഈ മുൻപത്തെ വണ്ടി. പോണ വഴിക്ക് നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എത്തി കഴിഞ്ഞ് ഡൽഹി കാണാൻ പോകും. അപ്പൊ പിന്നെ വരും. ഹോട്ടലുണ്ട്, ഇവിടെ ഹയാത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇതേ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. നമ്മുടെ പേരൻസ്. ഞങ്ങൾ ചേസിംഗ് ആണ് ഗൈസ്. ആരാധിക്കും സംഭവം. മറ്റേ പടമായി മറന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു.
പ്രേമത്തിലില്ലേ അഗാപ്പെ അതുപോലെ ഇല്ലേ. This looks so nice, no? Look at this. Colorful. ദേ നിൽക്കണവര്. Oh, we meet again. അമ്മ ഇവിടുത്തെ ആള് പോലെ വരുന്നത്. ഇവിടുത്തെ ആള്. This is the place where we gonna live. Its name. എന്താ പേരുന്ന്? Okay. It's so elegant. അജന്ത എന്താ തോന്നുന്നത് കണ്ടിട്ട്? ഭയങ്കര ഒരു പഴമ സൂക്ഷിച്ചിട്ടുണ്ട്. കൊച്ചി അഗാപ്പെ ഫീലിംഗ് അല്ല റേച്ചൽ വെൽ ഡൺ മൈ ബോയ്. ഓ കുറച്ച് അഹങ്കാരമൊക്കെ. സെയിം പേര്. അവർ വരെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പറയണ ക്വീൻ എലിസബത്ത്. പണ്ടത്തെ എന്തോ രാജാവ്. ഞാൻ ഒരു ലോങ് ഡിലേഡ് ആയിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റേ അവിടെ നിർത്തിയേക്കാണ്. അപ്പം സമയം 1:15 കഴിഞ്ഞു ഉച്ച. ഞങ്ങൾ ഇതുവരെ രാത്രി നല്ല ഫുഡ് കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന താഴെ തന്നെ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഫോണിൻ്റെ സിമ്മൊക്കെ സെറ്റാക്കി ഇന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഇവിടെ അടുത്ത് നല്ല സ്ട്രീറ്റൊക്കെയാണ്, നല്ല ബിസി സ്ട്രീറ്റാണ്. ട്രയോട്ടേഴ്സിൻ്റെ എല്ലാ സ്ഥലവും ഇവിടെ ഉണ്ട്. പപ്പയമ്മ ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറയൂ പപ്പ, ഹായ് പറയൂ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. പപ്പര താലി എത്തിയില്ലേ? അങ്ങനെ പപ്പര താലി എത്തിയിരിക്കുന്നു. എല്ലാവരും അറ്റാക്കാണ്, അറ്റാക്ക്. അങ്ങനെ ഞങ്ങൾ റിലാക്സൊക്കെ ഒന്ന് ചെയ്ത് അന്ന് കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ ഡൽഹിയിലത്തെ ഡ്രസ്സിൻ്റെ ഡൽഹിയിലെ ഹ്യൂമിഡിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. നല്ല വെതറാണ് ഇവിടെ. അമ്മയുണ്ടല്ലോ. ഇവിടെ ഫെഡറൽ ബാങ്ക് ഉണ്ടല്ലോ. ഞങ്ങളങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാണ്. അതിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളിപ്പോൾ പോകുന്നത് കൊണോട്ട് റോഡ് എന്ന് പറഞ്ഞിട്ട് കൊണോട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ സകല നമുക്ക് നാളേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ, ആഗ്രയ്ക്ക് പോകേണ്ട കാര്യങ്ങൾ ശരിയാക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് വേ കാണാനും പ്ലാൻ ചെയ്തിട്ട് പിന്നെ വേറെ അതിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ശരി, എന്താ എൻ്റെ കോട്ടയം. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറില്ല. കല്യാണത്തിന് പോകണമെന്നല്ല, ഇവിടെ ഡ്രസ്സപ്പ് ഇടുന്നുള്ളൂ. ഞാൻ അമ്മയൊരു വണ്ടിയിൽ കപ്പയും വേസ്റ്റ് വെച്ചിട്ട് വേറെ ഓട്ടോറിക്ഷ. ഞങ്ങളിവിടുത്തെ സിം പിടിക്കാനും പിന്നെ നാളെ ആഗ്രഹം കൊണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോകാൻ. അപ്പോൾ ഇവിടെ എത്ര ആളായി തന്നെയാണ് നമ്മൾ നിൽക്കണം. ഇവിടുത്തെ ലോക്കലിൽ നിൽക്കുന്ന ഞങ്ങൾ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർക്ക് കുറച്ച് ഹെൽപ്ഫുള്ളാക്കാം. നമ്മൾ ടൂറിസ്റ്റാണ് കയറുമ്പോൾ എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ നല്ലതാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി വെതർ നല്ല വെതറാണ്. ചൂടില്ല, തീരെ പുഴുക്കല്ല, ഹ്യൂമിഡിറ്റിയൊന്നുമില്ല. നല്ല വെതറാണ്. ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ ഇങ്ങനെയാണോ അതിപ്പോൾ ഇങ്ങനെ ആയതാണോ, പക്ഷേ വലിയ ചൂടില്ല, നല്ല വെതറാണ്. ഡൽഹിയിലത്തെ ആൾക്കാരായി ഞങ്ങൾ ഓൾറെഡി. ഇവിടെ ഭയങ്കര 5 लोग हैं. टाइटली बोलते हैं. अदरवाइज समवन विल मेक इट वीडियो. रीचिलंടെ മടിയിലുണ്ട്. നമ്മൾ ഇവിടെ ഇന്ത്യ അവിടെ ഡിഫറെന്റ് എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ഡൽഹിക്കാരായപ്പോൾ ഞങ്ങൾ ഇനി കറങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണക്ഷനായി ഞങ്ങൾക്ക് ഇവിടെ കുറേ കറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുവരെ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആണ്. നോ ബാഡ് എക്സ്പീരിയൻസ് അറ്റ് ഓൾ ടിൽ നൗ.
സോ ഇവിടുത്തെ എല്ലാ സ്ഥലവും നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല കാണിച്ചു വൈബുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് എടുക്കാം. ഗുരുദ്വാരയുടെ മുൻപിൽ പ്രറ്റി ലേഡീസ് കാണാൻ നല്ല രസമുണ്ട്. ഈ ഗുരുദ്വാരയുടെ അടുത്ത് ഭയങ്കര ഓക്വേർഡ്. Finally, this is the first time we are entering to Gurudwara. ജോഡി അങ്ങനെ വലിയ നോർത്ത് ഇന്ത്യൻ പടത്തിൽ മാത്രം കണ്ടിരിക്കുന്നു. So we are finally here, guys, in the capital city. So excited to be here. പക്ഷെ ആൾക്കാർ ഞങ്ങളെ നോക്കണ്ടേതാണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലേ എന്നുള്ളത്. But we don't care. ഗുരുദ്വാര എന്തോട് പറയണ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഗുരുദ്വാര വിസിറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബാക്കി കവർ ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിക്കിക്കൂട്ടി ഓട്ടോറിക്ഷയിനകത്ത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്കാണ് പോയത്. ഇന്ത്യ ഗേറ്റിൻ്റെ ആ പരിസരമൊക്കെ കാണാൻ ശരിക്കും നമ്മുടെ തൃശ്ശൂർ പൂരപ്പറമ്പ് ആ ഭാഗമല്ലേ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പോലെ തന്നെ തോന്നി. ഇവിടെ അവർക്ക് എക്സിബിഷനൊക്കെ അവർ വെക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഏകദേശം തൃശ്ശൂർ തന്നെ എത്തിപ്പെട്ടൊരു ഫീലായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണേ. तो हमारे वो इंडिया गेट आ रहे हैं. बहुत सारे फ्लैग का कलर का लाइट है. ഞാൻ ഇത്ര നന്നായിട്ട് ഹിന്ദി ഇവിടെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി എന്നാ പാകിസ്ഥാനിൽ വന്ന ആൾക്കാർ അതെ അവളുടെ ഹിന്ദി കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിരിക്കുന്നു ഗൈസ്. അതെ വേറെ ടോപ്പിക് എന്നാലും മോർണിംഗ് ലൈറ്റും ഈവനിങ് ലൈറ്റും കാണാനുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടേ. അപ്പൊ ഇന്ത്യ ഗേറ്റിന് അവിടെ ഫ്ലാഗ് വന്നു ഓൾറെഡി ഹമാരെ പാസ്. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ ഞങ്ങൾ എടുത്തു. ഞങ്ങൾ എന്നും ഞങ്ങളുടെ ഞങ്ങൾ സ്ഥിരമുള്ള പോലെ ഫോട്ടോ എടുത്തു. നമ്മൾ വീണ്ടും ഇന്ത്യ ഗേറ്റ് നമ്മുടെ തൃശ്ശൂരത്തെ വേണ്ട കളിയാക്കണ്ട. ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ പോലെയൊക്കെ ഇരിക്കും കാണാൻ. അതെ, സ്ലോയില് പോകണമെന്നല്ല പറഞ്ഞ വീഡിയോ. ഇവിടെ കുറേ പേരിങ്ങനെ പല രീതിയിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ വരും, ഫോട്ടോസ് എടുത്ത് തരും. പിന്നെ ഫോട്ടോസ് മാത്രമല്ല പോർട്രേറ്റ് വരച്ച് തരാൻ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള കൗതുക കാഴ്ചകൾ ഇവിടെ കാണാം. പപ്പ അവിടെ ഇരിക്കുകയാണ്, പപ്പയ്ക്ക് വയ്യാണ്ടായി. സോ ഇത് നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും. ഹേസലിന്റെ ഫോണാണ് ഇപ്പൊ താരം, അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോഗ്രാഫറായി മാറി. താങ്ക് യു. എല്ലാവരും ഫോട്ടോ ചോദിക്കുമ്പോൾ നമുക്ക് പറയണം. അതെ, ഫോട്ടോ വേണോ ചോദിക്കും. സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നേക്കാണ്. അമ്മയ്ക്ക് ഗോൾ ഗപ്പ വേണമെന്ന് അല്ലേ? ഇതെന്താന്ന്? ബജ്ജി കഴിക്കാൻ ഇഷ്ടമാണോ? ബജ്ജി. അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞ കഴിച്ച मीठा നല്ലതാ ഉണ്ടെങ്കിൽ मीठा है इस पे ऐड कर लो. हाँ എങ്ങനെയുണ്ട്? ആണോ?
ഇനി മീട്ട ഇട്ടിട്ട് കഴിക്കുക, അടിപൊളിയായിരിക്കും. മീട്ട ട്രൈ ചെയ്ത് നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ലതാണോ? ഏതാ കൂടുതൽ ഇഷ്ടമായ? അല്ല, ഇത് സെറ്റാണ്, അത് ഫുള്ള് കഴിക്കണം. കിറ്റ്ന ഏക് സെറ്റ് മേ? ഇതെന്ത് സാധനം? എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഡൽഹി സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. കാരണം ഞങ്ങൾ ഫുൾ ഉറങ്ങാതെ ഒരു ഫ്ലൈറ്റ് വന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ റിലാക്സ് ചെയ്യണം, ഉറങ്ങാനൊന്നും സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, 24 മണിക്കൂറും കൂടുതലായി ഉറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് അപ്പോൾ തന്നെ ഡ്രസ്സപ്പ് ചെയ്ത് ഡൽഹി കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലും കാണാനായിട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജമ്മു പോകാനുള്ളത് കൊണ്ട് പറ്റാവുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റും ഒരു ഗുരുദ്വാരയും കണ്ടു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളൊന്ന് ആ സ്ട്രീറ്റൊക്കെ ഒന്ന് നടക്കാൻ രാത്രി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ പുതിയൊരു സ്ഥലത്തെത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അപ്പോൾ ഈ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും ബൈ.